ഞാൻ ഈ കാണിക്കുന്ന മീൻമുട്ടയുടെ വെയിറ്റ് ഏകദേശം 2 കിലോയാണ്. ഇതുപോലെയുള്ള നല്ല മീൻമുട്ട കിട്ടിയാൽ ഫ്രൈ ചെയ്യാതെ കാന്താരി മുളകൊക്കെ ചേർത്ത് കിടിലൻ ഒരു റെസിപ്പി നമുക്ക് പാചകം ചെയ്യാൻ പറ്റും. റെസിപ്പി ഞാൻ കാണിച്ചുതരാം. അതിനു മുന്നേ ഇത് ഏത് മീനിന്റെ മുട്ടയാണെന്ന് മനസ്സിലായവരുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ. 2 കിലോ ഇതേ മീന് ഗിവ് അവേ ആയിട്ട് തരുന്നതാണ്. അതും ഞാൻ ഈ മീൻമുട്ട മേടിച്ച ഷോപ്പായ തിരുവനന്തപുരം വെസ്റ്റ് ഫോർട്ടിലുള്ള ഡെൽഫിഷ് വക. കണ്ടീഷൻ ഒന്നുമില്ല, എന്റെ ഫോളോവർ ആയിരിക്കണം. മാത്രമല്ല ഡെൽഫിഷിന്റെയും ഇൻസ്റ്റാഗ്രാം ഫോളോവർ ആയിരിക്കണം. വിന്നർ ആരാണെന്ന് ഡെൽഫിഷിന്റെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഓഗസ്റ്റ് 1 തീയതി അറിയാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് കമന്റ് ഇട്ടോളൂ. ഇനി നമുക്ക് റെസിപ്പി കാണാം. ആദ്യം തന്നെ ഈ വലിയ മീൻമുട്ടയെ നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് കുക്ക് ചെയ്തെടുക്കാം. വലിയ മുട്ട ആയതുകൊണ്ടാണ് ഈ ഒരു രീതി ചെയ്യുന്നത്. കുക്കായ ശേഷം കട്ട് ചെയ്ത് നമുക്ക് മീൻമുട്ടയെ മാറ്റിവെക്കാം. വെളിച്ചെണ്ണ ചൂടാക്കി വെളുത്തുള്ളി, പച്ചമുളക്, കാന്താരി മുളക്, ചെറിയുള്ളി ചേർത്ത് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് മൂപ്പിച്ചെടുക്കാം. ചെറിയുള്ളി മുളകൊക്കെ ഒന്ന് വാടി വരുമ്പോൾ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർക്കേണ്ടത്. അതും നമുക്ക് കറി എത്ര ആവശ്യമുണ്ടോ ആ കണക്കിന് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് തിളച്ച് വരേണ്ട താമസം. കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള മീൻമുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചെറിയ മീൻമുട്ടയൊക്കെ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തേങ്ങാപ്പാലിൽ മീൻമുട്ട ഇട്ട് കുക്ക് ചെയ്തെടുക്കുന്നത് നല്ല ടേസ്റ്റ് ആണ്. ഈ സമയം കൊണ്ട് തേങ്ങാപ്പാലൊക്കെ മീൻമുട്ടയിൽ നല്ലോണം ഇറങ്ങിയിട്ടുണ്ടാവും. അവസാനം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്താൽ കിടിലൻ ഒരു മീൻമുട്ട കറി റെഡിയായി. മീൻമുട്ടയൊക്കെ കിട്ടുമ്പോൾ കൂടുതൽ ആളുകളും ചെയ്യുന്നത് ഫ്രൈയും റോസ്റ്റും ഒക്കെയാണ്. ഇനി മേടിക്കുമ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്ന് പാചകം ചെയ്ത് നോക്കണം. റോസ്റ്റും ഫ്രൈയും ഒക്കെ മാറി നിൽക്കും. ഒരു കാര്യം എടുത്തു പറയാം, കാന്താരി മുളക് തന്നെ ചേർക്കാൻ ശ്രമിക്കുക. ഇതിന്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ ചോറ്, പുട്ട്, കപ്പയൊക്കെയാണ്. ആ മീൻമുട്ടയിൽ കാന്താരി മുളകും കൂടെ ചേർത്ത് ചോറിൽ ഇങ്ങനെ മിക്സാക്കി കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് ഉണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, നിങ്ങൾ കഴിക്കുമ്പോൾ മനസ്സിലാവും. കുറച്ച് കപ്പ ഉണ്ടായിരുന്നു, അതിലേക്ക് നമുക്ക് കറിയും കൂടെ ആവശ്യത്തിന് ചേർത്ത് കുഴച്ചങ്ങ് കഴിക്കാം. തേങ്ങാപ്പാലും കുരുമുളകും ഒക്കെ ചേർന്ന ഈ കറി പോലും കിടിലം ടേസ്റ്റ് ആണ്. അപ്പോൾ റെസിപ്പി എല്ലാവരും സേവ് ചെയ്ത് വെച്ചോളൂ. അതുപോലെ തന്നെ നമ്മുടെ ഗിവ് അവേയുടെ കാര്യവും മറക്കണ്ട.